ഇതിൻ്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു 7 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് വി ജോയിൻ ടു ഹെമിസ്ഫിയേഴ്സ് ഓഫ് സെയിം റേഡിയസ് അലോങ് ദെയർ ബേസസ് ദെൻ വി ഗെറ്റ് എ സ്ഫിയർ. ഒരേ റേഡിയസ് ഉള്ള രണ്ട് ഹെമിസ്ഫിയേഴ്സ് ജോയിൻ ചെയ്ത് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സ്ഫിയർ കിട്ടും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരേ ആരമുള്ള രണ്ട് അർദ്ധഗോളങ്ങൾ ചേർത്ത് വെച്ചാൽ നമുക്കൊരു ഗോളം കിട്ടും. ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? അത് ട്രൂ ആണ്. ഇനി അടുത്ത് നോക്കാം. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ ഓഫ് റേഡിയസ് ആർ ഈസ് 3πr². ഒരു സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ 3πr² ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ ഉപരിതല പരപ്പളവ് എന്താ? 4πr² ആണ്. കറക്റ്റ് ആൻസർ എന്താ? എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദി റേഡിയേ ആർ ഓഫ് എ സ്ഫിയർ ആൻഡ് ദാറ്റ് ഓഫ് ദി ബേസ് ഓഫ് എ കോൺ ആർ സെയിം. ഇഫ് ദെയർ വോളിയംസ് ആർ ഓൾസോ സെയിം ദെൻ ദി ഹൈറ്റ് ഓഫ് ദി കോൺ ഈസ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് കോണിന്റെ ഹൈറ്റ് ആണ്. ഒരു സ്ഫിയറും ഉണ്ട്, ഒരു കോണും ഉണ്ട്. സ്ഫിയറിന്റെ റേഡിയസും കോണിന്റെ ബേസ് റേഡിയസും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് ഞാൻ ആർ എന്ന് കൊടുത്തു, സ്മോൾ ആർ. ഈ സ്ഫിയറിന്റെ റേഡിയസും ഈ കോണിന്റെ ബേസ് റേഡിയസും എന്താണ്? ഈക്വൽ ആണ്. അതുപോലെ സ്ഫിയറിന്റെ വോളിയവും കോണിന്റെ വോളിയവും ഈക്വൽ ആണ്. നമുക്കറിയാം സ്ഫിയറിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ എന്താ? 4/3πr³. കോണിന്റെ വോളിയത്തിന്റെ ഇക്വേഷനോ 1/3πr²h. ഇത് രണ്ട് ഈക്വൽ ആണെന്നല്ലേ പറഞ്ഞേക്കുന്നത്? ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ, വോളിയംസ് ഈക്വൽ ആണെങ്കിൽ കോണിന്റെ ഹൈറ്റ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ എന്തൊക്കെ കട്ട് ചെയ്ത് കളയാനുണ്ട്? 1/3, ഇവിടെ ഒരു 1/3. 5 കട്ട് ചെയ്ത് കളയാൻ. ഇവിടെ r² ഉണ്ട്, ഇവിടെ r³ ഉണ്ട്. അത് രണ്ട് r പോവുമല്ലോ. സോ ലെഫ്റ്റ് സൈഡിൽ 4r ആണ്, റൈറ്റ് സൈഡിൽ h ആണ്. സോ h = 4r. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ദി സർഫസ് ഏരിയ ഓഫ് എ സോളിഡ് സ്ഫിയർ ഈസ് 120 square centimeters. If it is cut into two halves, what would be the surface area of one hemisphere in square centimeters? ഒരു സ്ഫിയറിന്റെ സർഫസ് ഏരിയ 120 square centimeter ആണ്. നമ്മൾ ഇതിനെ രണ്ടായിട്ട് കട്ട് ചെയ്യും, രണ്ട് ഹെമിസ്ഫിയേഴ്സ് ആക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ഹെമിസ്ഫിയറിന്റെ സർഫസ് ഏരിയ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. സ്ഫിയറിന്റെ സർഫസ് ഏരിയ ഇക്വേഷൻ എന്താ? 4πr². ഈ 4πr² ആണ് ഈ 120 square centimeters. സ്ഫിയറിന്റെ സർഫസ് ഏരിയ എന്താണ്? 4πr². എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 120 square centimeter ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ πr² എന്തായിരിക്കും? 120/4 ആയിരിക്കത്തില്ലേ? ഇവിടെ 4 മൾട്ടിപ്ലൈ ചെയ്തേക്കുവാണ്. സോ നമ്മൾ ഈക്വൽ സൈൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡ് ചെയ്യണം. 120/4 എത്ര കിട്ടും? 30 square centimeters. ഇനി ഇതിനെ എന്താക്കിയേക്കുന്നു? രണ്ട് ഹെമിസ്ഫിയേഴ്സ് ആക്കിയേക്കുന്നു. അതിൽ ഒരു ഹെമിസ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ സർഫസ് ഏരിയ എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. എന്താണ് ഹെമിസ്ഫിയറിന്റെ സർഫസ് ഏരിയ ഇക്വേഷൻ? 3πr² ആണ് അല്ലേ? 3πr². സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ ഈക്വൽ ടു 3πr². πr² എത്രയാണെന്ന് കിട്ടി? 30 ആണെന്ന് കിട്ടി. അരം 3πr² എന്തായിരിക്കും? 3 × 30 which is equal to 90 square centimeter. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. എ സർക്കസ് ടെന്റ് ഈസ് ഇൻ ദി ഷേപ്പ് ഓഫ് എ സിലിണ്ടർ സർമൗണ്ടഡ് ബൈ എ കോണിക്കൽ ടോപ്പ് ഓഫ് ദി സെയിം ഡയമീറ്റർ. ഒരു സർക്കസ് ടെന്റ് ആണ്. സർക്കസ് ടെന്റിൽ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിന്റെ പുറത്ത് ഒരു കോൺ വെച്ചേക്കുന്ന ഷേപ്പാണ് നമ്മുടെ സർക്കസ് ടെന്റിന്. ഇതാണ് സർക്കസ് ടെന്റിന്റെ ഷേപ്പ്. ഇഫ് ദർ കോമൺ ഡയമീറ്റർ ഈസ് 56. ഇതിന്റെ ഡയമീറ്റർ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 56 ആണെന്ന് തന്നിട്ടുണ്ട്. 56 മീറ്റർ. അങ്ങനെയാണ് റേഡിയസ് എന്തായിരിക്കാം? 28 മീറ്റർ ആയിരിക്കും അല്ലേ? ദി ഹൈറ്റ് ഓഫ് ദി സിലിണ്ടറിക്കൽ പാർട്ട് ഈസ് 6. സിലിണ്ടറിക്കൽ പാർട്ടിന്റെ ഹൈറ്റ് 6 മീറ്റർ ആണ്. ആൻഡ് ദി ടോട്ടൽ ഹൈറ്റ് ഓഫ് ദി ടെന്റ്, ടോട്ടൽ ഹൈറ്റ്
ഇതിൻ്റെ മൊത്തം ഹൈറ്റ് എന്ന് പറയുന്നത് 27 മീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ കോണിൻ്റെ ഹൈറ്റ് എത്ര ആയിരിക്കും? ടോട്ടലി 27 ആണ്, സിലിണ്ടറിൻ്റെ മാത്രം 6 ആണ്. സോ ബാക്കി നമുക്ക് എന്ത് കിട്ടി? 21 മീറ്റർ എന്ന് കിട്ടും. ഫൈൻഡ് ദി ഏരിയ ഓഫ് ക്യാൻവാസ് യൂസ്ഡ് ഇൻ മേക്കിംഗ് ദി ടെൻറ്റ്. ഈ ടെൻറ്റിന് ആവശ്യമായിട്ടുള്ള ക്യാൻവാസ് എത്ര ഏരിയ ആണെന്ന് ചോദിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ടെൻറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ ക്യാൻവാസ് എത്ര ഏരിയ ആണെന്ന് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഈ ഒരു ഫിഗറിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിച്ചാൽ പോരെ? കർവ്ഡ് സർഫസ് ഏരിയ മതി, കാരണം ബേസ് വേണ്ടല്ലോ, ചുറ്റിനും ടെൻ്റ് എല്ലാം ഉള്ളൂ. അത് നമുക്ക് ഈ ഒരു ഫിഗറിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. സർഫസ് ഏരിയ ഓഫ് ദി ടെൻറ്റ്, സർഫസ് ഏരിയ ഓഫ് ദി ടെൻറ്റ് എന്താ? ഈക്വൽ ടു സർഫസ് ഏരിയ ഓഫ്, സർഫസ് ഏരിയ വേണ്ട, കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ പ്ലസ് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോൺ. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടറിന്റെ ഇക്വേഷൻ എന്താണ്? 2πRH ആണ്. കോണിന്റെ πRL. സിലിണ്ടറിന്റെ സർഫസ് ഏരിയ, കർവ്ഡ് സർഫസ് ഏരിയ ഇക്വേഷൻ 2πRH ഉം കോണിന്റെ കർവ്ഡ് സർഫസ് ഏരിയ ഇക്വേഷൻ πRL ഉം ആണ്. ഇവിടെ നമുക്ക് L വേണം അല്ലേ? 6 വെച്ചും എല്ലാം ഉണ്ട്, L ഇല്ല. L എന്ന് വെച്ചാൽ സ്ലാൻഡ് ഹൈറ്റ് ആണ് കേട്ടോ. ഒരു കോണിന്റെ സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? ഇതൊരു കോണാണ്, കോണിന്റെ റേഡിയസ് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. ഇതാണ് സ്ലാൻഡ് ഹൈറ്റ്. സോ L ഈക്വൽ ടു √r² പ്ലസ് h², which is equal to റേഡിയസിന്റെ സ്ക്വയർ, അതായത് 28ന്റെ സ്ക്വയർ പ്ലസ് ഹൈറ്റ് 21 ആണ്. സോ 21ന്റെ സ്ക്വയർ ഈക്വൽ ടു √28ന്റെ സ്ക്വയർ 784 പ്ലസ് 21ന്റെ സ്ക്വയർ 441 is equal to √1225 കിട്ടും. എന്തിന്റെ സ്ക്വയർ റൂട്ടാ? 35ന്റെ സ്ക്വയർ റൂട്ടാ. സോ സ്ലാൻഡ് ഹൈറ്റ് എന്താണ്? 35 മീറ്റർ ആണ്. ഇനി നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ. ഇവിടെ 2π ഇൻറ്റു റേഡിയസ് 28 ആണ്, ഹൈറ്റ് എന്താണ് സിലിണ്ടറിന്റെ? 6 ആണ്, പ്ലസ് π ഇൻറ്റു ആർ എന്താ? 28 ഇൻറ്റു 35. ഞാൻ 28π ഇന്ന് കോമൺ എടുത്തു, ബാക്കി ഇവിടെ എന്തുണ്ട്? 2 ഇൻറ്റു 6 ഉണ്ട്, അതായത് 12 പ്ലസ് 35. 28π ഇൻറ്റു 47 which is equal to 1316π എന്ന് കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യണം? പൈയുടെ വാല്യൂ ഇട്ട് കൊടുക്കണം. പൈയുടെ വാല്യൂ എന്താ? 3.14. നമുക്ക് ഏകദേശം 4134.56 ഇത്ര എന്താണ്? മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ടെൻറ്റിന്റെ സർഫസ് ഏരിയ. 4134 പോയിന്റ് സംതിങ്. നിങ്ങൾ പൈയുടെ വാല്യൂ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി, ഒന്ന് റൗണ്ട് ചെയ്തെടുത്താൽ മതി വാല്യൂ, അത്രയും മീറ്റർ സ്ക്വയർ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നോക്കാം. എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 216 ഡിഗ്രി, 216 ഡിഗ്രി സെൻട്രൽ ആംഗിൾ ഉള്ള ഒരു സെക്ടർ എന്ത് ചെയ്തു? ഒരു സർക്കിളിൽ നിന്ന് കട്ട് ചെയ്തെടുത്തു. സർക്കിളിന്റെ റേഡിയസ് എന്താണ്? 25 ആണ്. എന്നിട്ട് ഈ സെക്ടർ റോൾ ചെയ്ത് നമ്മൾ എന്തോ ഉണ്ടാക്കി? ഒരു കോൺ ഉണ്ടാക്കി. ആ കോണിന്റെ സ്ലാൻഡ് ഹൈറ്റ് വേണം, ബേസ് റേഡിയസ് വേണം, വോളിയം വേണം. ഒരു സർക്കിള് റേഡിയസ് 25 ആണ്, 25 സെന്റിമീറ്റർ ആണ്, 216 ഡിഗ്രി സെൻട്രൽ ആംഗിൾ ഉള്ള ഒരു സെക്ടർ കട്ട് ചെയ്തെടുത്തു. ഇതാണ് ആ സെക്ടർ. ഇത് റോൾ ചെയ്താണ് ഒരു കോൺ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കോണിന്റെ സ്ലാൻഡ് ഹൈറ്റ് ആണ് ഇത് L. ഈ സ്ലാൻഡ് ഹൈറ്റ് എന്ത് തന്നെ ആയിരിക്കും? ഈ ഒരു സർക്കിളിന്റെ റേഡിയസ് തന്നെ ആയിരിക്കും. കാരണം നമുക്കിവിടെ സ്ലാൻഡ് ഹൈറ്റ് എന്താണെന്ന് എഴുതാം? 25 സെന്റിമീറ്റർ തന്നെയാണെന്ന് എഴുതാം. ഇനി ഈ സെക്ടറിന്റെ റേഡിയസ് ഞാൻ ക്യാപിറ്റൽ R എന്നും കോണിന്റെ റേഡിയസ് ഞാൻ സ്മോൾ r എന്നും കൊടുക്കുക. ഇനി നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ബേസ് റേഡിയസ് ഓഫ് ദി കോൺ. ഇതിന്റെ ബേസ് റേഡിയസ് നമുക്ക് വേണ്ടത്. ഈ കോണിന്റെ ബേസ് പെരിമീറ്ററും ഈ ഒരു സെക്ടറിന്റെ ആർക്ക് ലെങ്ത്തും, ഈ ഒരു ലെങ്ത്തും
ഈ ബേസ് പെരിമീറ്റർ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത് ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ റേഡിയസ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ആർക്ക് ലെങ്ത് ഈക്വൽ ടു ബേസ് പെരിമീറ്റർ ഓഫ് കോൺ. ആർക്ക് ലെങ്ത്തിന്റെ ഇക്വേഷൻ എന്താ? 2πr ഇൻറ്റു എക്സ് ബൈ 360. ഇവിടെ ഞാൻ ക്യാപിറ്റൽ ആർ കൊടുക്കുവാണ്. 2πr ഇൻറ്റു എക്സ് എത്ര? സെൻട്രൽ ആംഗിൾ 216 ബൈ 360 ഈക്വൽ ടു ബേസ് പെരിമീറ്റർ എന്താ? 2πr അല്ലേ? രണ്ടിടവും 2π ഉണ്ടല്ലോ, ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ റേഡിയസ് നമുക്കറിയാം 25 ആണല്ലേ? 25 ഇൻറ്റു 216 ബൈ 360. നമുക്കിവിടെ 6 കൊണ്ട് കട്ട് ചെയ്യാം. 36 വരും. ഇവിടെ 16 വരും. വീണ്ടും 6 കൊണ്ട് കട്ട് ചെയ്യാമല്ലോ. ഇവിടെ 10 വരും. ഇവിടെ 6 വരും. 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 5, ഇവിടെ 2. 5 ഇൻറ്റു 6, ഇവിടെ വീണ്ടും കട്ട് ചെയ്യാം. 3. 5 ഇൻറ്റു 3 15 കിട്ടും. അതിന് റേഡിയസ് എത്രയാണ്? 15 സെൻറ്റിമീറ്റർ. കോണിൻ്റെ റേഡിയസ് 15 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്ക് കോണിൻ്റെ വോളിയം വേണം. കോണിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താ? വോളിയം ഓഫ് കോൺ ഈക്വൽ ടു 1/3 πr² h. ഇവിടെ h ഉണ്ടോ? കോണിൻ്റെ ഹൈറ്റ് ഇല്ല. കോണിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? h ഈക്വൽ ടു റൂട്ട് ഓഫ് L² മൈനസ് R². എന്ത് വരും? റൂട്ട് ഓഫ് സ്ലാൻഡ് ഹൈറ്റ് എന്താണ് ഇവിടെ? 25 ആണ്. 25² മൈനസ് റേഡിയസ് 50, 15ന്റെ സ്ക്വയർ. റൂട്ട് ഓഫ് 625 മൈനസ് 225 ഈക്വൽ ടു റൂട്ട് 400 എന്ന് കിട്ടും. എന്തിൻ്റെ റൂട്ടാ? 20യുടെ റൂട്ടാണ്. സോ ഹൈറ്റ് എന്താണ്? 20 സെൻറ്റിമീറ്റർ. അല്ല 1/3 ഇൻറ്റു പൈ ഇൻറ്റു 15² ഇൻറ്റു 20. 1/3 പൈ ഇൻറ്റു 15 ഇൻറ്റു 15 ഇൻറ്റു 20. ഇത്രയും 15 കട്ട് ചെയ്ത് നമുക്കിവിടെ 5 എഴുതാമല്ലോ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 ഇൻറ്റു 15 ഇൻറ്റു 20. 1500 പൈ കിട്ടും. അത്രയും സെൻറ്റിമീറ്റർ ക്യൂബാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പൈയുടെ വാല്യൂ 3.14 ഇട്ട് കൊടുത്ത് ചെയ്താൽ മതി, ആൻസർ കിട്ടും. ആമത്തെ ക്വസ്റ്റ്യൻ. എ മെഡിസിൻ ക്യാപ്സ്യൂൾ ഈസ് ഇൻ ദി ഷേപ്പ് ഓഫ് എ സിലിണ്ടർ with 2 hemispheres stuck to each of its ends. The length of the entire capsule is 14 millimeter and the diameter of the capsule is 4 millimeter. Find its surface area, also find its volume. Capsule shape. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷേപ്പാണ്. ഒരു ഹെമിസ്ഫിയർ അല്ല, ഒരു സിലിണ്ടറിന്റെ രണ്ടറ്റത്തും ഓരോ ഹെമിസ്ഫിയേഴ്സ് കണക്ട് ചെയ്യുമ്പോൾ ഉള്ളാവുന്ന ഷേപ്പാണ്. ഒരു സിലിണ്ടർ. ഈ ക്യാപ്സ്യൂളിന്റെ ഷേപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു സിലിണ്ടർ ആണ്. സിലിണ്ടറിന്റെ രണ്ടറ്റത്തും എന്ത് വെച്ചിട്ടുണ്ട്? ഓരോ ഹെമിസ്ഫിയേഴ്സ് വെച്ചിട്ടുണ്ട്. കണ്ടോ? ക്യാപ്സ്യൂൾ ഷേപ്പ്. ക്യാപ്സ്യൂളിന്റെ ഡയമീറ്റർ 4 millimeter ആണ്. കണ്ടേ, ഇത്രയും എന്താണ്? 4 millimeter ആണ്. അന്നേരം റേഡിയസ് എന്തായിരിക്കും? 2 ആയിരിക്കും കേട്ടോ. 2 millimeter. ഇനി എൻറ്റയർ ലെങ്ത്, ക്യാപ്സ്യൂളിന്റെ എൻറ്റയർ ലെങ്ത് 14 millimeter ആണ്. അങ്ങനെ ആണെങ്കിൽ ഈ ഒരു സിലിണ്ടറിന്റെ മാത്രം ലെങ്ത് എന്തായിരിക്കും? ഈ ഹെമിസ്ഫിയറിന്റെ റേഡിയസ് എന്താ? ഹെമിസ്ഫിയറിന്റെ ഈ ഒരു സിലിണ്ടറിന്റെ റേഡിയസ് എന്ത് തന്നെ ആയിരിക്കും? 2 millimeter ആയിരിക്കും അല്ലേ? ഇങ്ങോട്ടും ഒരു 2 ഉണ്ട്, ഇങ്ങോട്ടും ഒരു 2 ഉണ്ട്. 2 + 2 4. അത് 4 മൈനസ് ചെയ്യണമല്ലോ. 14 ഇനി 4 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു സിലിണ്ടറിന്റെ ലെങ്ത് അല്ലെങ്കിൽ ഹൈറ്റ് ആണ് കേട്ടോ. സിലിണ്ടറിന്റെ ഹൈറ്റ് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സർഫസ് ഏരിയ വേണം അല്ലേ? സർഫസ് ഏരിയ ഓഫ് ക്യാപ്സ്യൂൾ ഈക്വൽ ടു CSA ഓഫ് സിലിണ്ടർ പ്ലസ് 2 ഇൻറ്റു CSA ഓഫ് ഹെമിസ്ഫിയർ. രണ്ട് ഹെമിസ്ഫിയർ ഉണ്ടായിട്ടാണ് 2 കൊടുത്തത്. സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ ഇക്വേഷൻ എന്താണ്? 2πRH ആണ്.
പ്ലസ് 2 ഇൻറ്റു CSA ഓഫ് ഹെമിസ്ഫിയർ എന്നാണ് 2πr² ആണ്. 2π ഇൻറ്റു റേഡിയസ് 2 ആണ്, ഹൈറ്റ് 10 ആണ്, പ്ലസ് 4π ഇൻറ്റു 2². ഇവിടെ 40π പ്ലസ് 2² 4 ആണ്, 4 ഇൻറ്റു 4 16 ആണ്, 16π എന്ന് കിട്ടും. 56π mm² ആണ് ഇതിൻ്റെ സർഫസ് ഏരിയ. ഇനി വോളിയം വേണം. വോളിയം ഓഫ് ക്യാപ്സ്യൂൾ എന്താ? വോളിയം ഓഫ് സിലിണ്ടർ പ്ലസ് 2 ഇൻറ്റു വോളിയം ഓഫ് ഹെമിസ്ഫിയർ. സിലിണ്ടറിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ πr²h പ്ലസ് 2 ഇൻറ്റു ഹെമിസ്ഫിയറിന്റെ 2/3πr³. ഇവിടെ റേഡിയസ് എന്താണ്? 2 ആണ്, 2 mm ആണ് അല്ലേ? 2² ഇൻറ്റു ഹൈറ്റ് എന്താണ്? 10 ആണ്, പ്ലസ് 4/3π ഇൻറ്റു 2³ 2² 4 ആണ്, 4 ഇൻറ്റു 10 40π പ്ലസ് 4/3. ഇവിടെ 2³ എന്താണ്? 8 ആണ്, 8 ഇൻറ്റു 4 എന്താണ്? 32. 32/3π എന്ന് കിട്ടും. ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് 3 ഇൻറ്റു 40 120, 120π പ്ലസ് 32π, 120π പ്ലസ് 32π ബൈ ഈക്വൽ ടു 152/3π mm³. പൈയുടെ വാല്യൂ നിങ്ങൾ ഇട്ട് കൊടുത്ത് ചെയ്താൽ മതി. അത് ഈ ഒരു ക്യാപ്സ്യൂളിന്റെ സർഫസ് ഏരിയ 56π mm², വോളിയം 152/3π mm³ ആണ്. ഈ ക്യാപ്സ്യൂൾ ഷേപ്പ് ചോദിക്കുന്നതാണ്. ഇപ്പൊ ടാങ്കർ ആണെന്ന് പറഞ്ഞിട്ടൊക്കെ ചോദിക്കും കേട്ടോ. ഈ ഒരു ഷേപ്പ്, ഈ ക്യാപ്സ്യൂൾ ഷേപ്പ് എന്ന് വെച്ചാൽ എന്താ? ഒരു സിലിണ്ടർ രണ്ടറ്റത്തും എന്ത് വെച്ചിട്ടുണ്ട്? ഓരോ ഹെമിസ്ഫിയേഴ്സ് ജോയിൻ ചെയ്ത ഫിഗർ. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. A solid metallic cylinder of diameter 12 cm and height 15 cm is melted and recast into toys, each in the shape of a cone of radius 3 cm and height 9 cm. Find the number of toys so formed. ഈ മെൽറ്റ് ചെയ്ത് റീകാസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം ഒരു സിലിണ്ടർ തന്നിട്ടുണ്ട്. സിലിണ്ടറിന്റെ മെഷർമെന്റ്സ് തന്നേക്കുന്നത് എന്തൊക്കെയാ? ഡയമീറ്റർ 12 ആണ്, എന്നിട്ട് റേഡിയസ് എന്തായിരിക്കും? 6 cm. ഹൈറ്റ് 15 ആണ്, 15 cm. ഇത് ഉരുക്കിയിട്ട് എന്താ ഉണ്ടാക്കിയിരിക്കുന്നത്? കോണാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കോണിന്റെ റേഡിയസ് 3 cm ഹൈറ്റ് 9 cm ആണ്. നമ്മൾ ഈ മെൽറ്റ് ചെയ്ത് റീകാസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യുന്നത് രണ്ടിന്റെ വോളിയം കണ്ടുപിടിച്ച് ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. വോളിയം ഓഫ് സിലിണ്ടർ ആദ്യം കണ്ടുപിടിക്കാം. വോളിയം ഓഫ് സിലിണ്ടർ എന്താണ് ഇക്വേഷൻ? πr²h which is equal to π ഇൻറ്റു 6² ഇൻറ്റു 50. നിങ്ങൾ ഫുള്ള് ചെയ്യാൻ നിൽക്കേണ്ട, നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. അന്നേരം വോളിയം ഓഫ് കോൺ എന്താ? 1/3 πr²h 1/3π ഇൻറ്റു 3² ഇൻറ്റു 9. ഇവിടെ നിങ്ങൾ ഫുള്ള് പ്രോബ്ലം ചെയ്ത് ടൈം കളയേണ്ട കാര്യമില്ല, ഫുള്ള് മൾട്ടിപ്ലൈ ചെയ്ത് ടൈം കളയേണ്ട കാര്യമില്ല. കാരണം ഈ മെൽറ്റ് ചെയ്ത് റീകാസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലത്തിൽ നമുക്ക് നമ്പർ ഓഫ് ടോയ്സ് അല്ലേ ചോദിച്ചേക്കുന്നത്. ഈ നമ്പർ ഓഫ് ടോയ്സ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? വോളിയം ഓഫ് സിലിണ്ടർ ബൈ വോളിയം ഓഫ് കോൺ ചെയ്താൽ മതി. വോളിയം ഓഫ് സിലിണ്ടർ ബൈ വോളിയം ഓഫ് കോൺ. വോളിയം ഓഫ് സിലിണ്ടർ എന്താ? π ഇൻറ്റു 6 ഇൻറ്റു 6 ഇൻറ്റു 50. 6² 6 ഇൻറ്റു 6 എന്ന് എഴുതിയെന്നേ ഉള്ളൂ. 1/3π ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 9. ഇവിടെ 3യും കട്ട് ചെയ്ത് പോവും. ഇവിടെ പൈയും കട്ട് ചെയ്ത് പോവും. ഈ 6ഉം 3യുടെ നമുക്ക് കട്ട് ചെയ്യാൻ ഇവിടെ 2 കിട്ടും. അതുപോലെ 6ഉം 9ഉം കൂടെ കട്ട് ചെയ്യാൻ ഇവിടെ 3, ഇവിടെ 2 ആൻഡ് 15ഉം 3യുടെ കട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടും. 5 ഇൻറ്റു 2 ഇൻറ്റു 2 എത്ര ആൻസർ? 20. അത് ഫുള്ള് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്ത് കളയാൻ പറ്റും. അതായത് ഈ മെൽറ്റ് ചെയ്ത് റീകാസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്?
ഫുള്ള് മൾട്ടിപ്ലൈ ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. 2ൻ്റെ വോളിയം കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്താൽ മതി. അത് നമുക്ക് നമ്പർ ഓഫ് ചോയ്സ് കിട്ടും. ഇവിടെ എത്ര ചോയ്സാണ് ഉണ്ടാക്കിയേക്കുന്നത്? 20 ചോയ്സ്.